മഹാനായ EK ഹസൻ മുസ്ലിയാർ രോഗശയ്യയിൽ കിടക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് അതിശക്തമായി രാപ്പകൽ ഭേദമന്യേ പോരാടിയിരുന്ന മഹാൻ. അദ്ദേഹത്തിന്റെ മുമ്പിൽ എല്ലാവിധത്തിലും ക്ഷീണിച്ച് തളർന്ന് അവശനായ ഉമർ മൗലവി അടക്കമുള്ള മൗലവിമാരും അവസാനം അയാളോട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഏറ്റവും വലിയ പ്രതികാരം അദ്ദേഹത്തോട് മുസ്ലിമാകാൻ ആവശ്യപ്പെടലായിരുന്നു. അപ്പൊ അയാൾ എന്തായിരുന്നു? കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു. അല്ലാത്തവരോട് പിന്നെ മുസ്ലിമാകാൻ പറയണം. എന്നിട്ട് അയാൾ എഴുതിയ കത്താണിത്. നിങ്ങൾ കണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉമർ അഹ്മദുൽ മലൈഫാരി എന്ന് പറഞ്ഞു. അത് നീ വ്യക്തമായി സ്ക്രീനിൽ കാണിക്കുക. EK ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിലേക്കാണ് എഴുതുന്നത്. അസ്ലിം തസ്ലം. EK ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിമാകണം. തസ്ലം എന്നാൽ നിങ്ങൾ വിജയിക്കും. ഇല്ല അങ്ങനെ നിങ്ങൾ മുസ്ലിമാകുന്നില്ലേ? നിശ്ചയം നിങ്ങളുടെ മേൽ തന്നെയാണ് അങ്ങയുടെ അനുയായികളുടെ സർവമാന കുറ്റവും നിങ്ങളുടെ മേലിൽ തന്നെയാണ്. അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. സക്കറാത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയം ഈ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുന്ന കത്തായിരുന്നു. ആ സമയത്ത് EK ഹസൻ മുസ്ലിയാർ വേദനിച്ച് പറഞ്ഞിട്ടുണ്ടാകില്ലേ, ഇത് കൊടുക്കാൻ നല്ലത് നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിലുള്ളവർക്കുമാണ്. അദ്ദേഹത്തിന്റെ കറാമത്തായിരിക്കാം അല്ലാഹു ഇപ്പോൾ പ്രകടിപ്പിച്ചത്. നിങ്ങൾ ചിന്തിച്ചോ, EK ഹസൻ മുസ്ലിയാരടക്കം നമ്മുടെ പൂർവീകരായ മഹത്തുക്കളെ മൊത്തവും കാഫിറുകളും മുശ്രിക്കുകളുമാക്കുന്ന ഈ വിഭാഗം അവരതിന്റെ തിക്തഫലം അനുഭവിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചതാണെന്നാണ് തോന്നുന്നത്. അത് പക്ഷേ അഡ്രസ് മാറി എത്തിയത് അത് പ്രിയപ്പെട്ട ഞങ്ങളെ നേതാവ് ഹസൻ മുസ്ലിയാരുടെ കയ്യിലാണ്. അതിന്റെ യഥാർത്ഥ അഡ്രസ് ഞങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ബഷീർ മാസ്റ്ററുടെ കയ്യിൽ ബാപ്പന്റെ കത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തകരും. ഇൻഷാ അല്ലാഹ് അത് കാണുന്നതിന് മുമ്പ് ഇയാൾ ഒരു സത്യം പറയുന്നുണ്ട്. ഇവര് തെങ്ങ് കള്ള് ചെത്താൻ വേണ്ടി കൊടുത്തിരുന്നു. അതിൽ ഒരു തെങ്ങ് ചെത്തിയ കള്ള് അത് ഉമർ മൗലവിക്കും കുടുംബത്തിനുമായിരുന്നു. പാപ്പുള്ള കാലഘട്ടത്തിൽ കള്ള് ചെത്താൻ കൊടുത്തിട്ട് ഒരു തെങ്ങിന്റെ കള്ള് പൂർണ്ണമായിട്ട് അവർക്കായിരുന്നല്ലോ. മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുചെത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദ്യപന്റെ അരുകുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നത് ഉമർ മൗലവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ. ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടും. സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ തെങ്ങുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിൻ്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിൻ്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന് 10 ലിറ്ററിൻ്റെ മേലെ ഇപ്പോൾ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് ഈ കള്ള് ഷാപ്പിലൊക്കെ പോയി അവർ നമ്മളെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന് 15 ലിറ്റർ കള്ള് കിട്ടും. 15 ലിറ്റർ കള്ള് എന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരൻ്റെ കാലത്ത് പോലും ചെത്തുന്ന കള്ളിൻ്റെ പകുതി ഉടമസ്ഥനുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് ചെത്തുകാരൻ പറഞ്ഞു, അവിടെ ഇതിൻ്റെ മേലെ വെള്ളപ്പാടത്ത് ഒരു തെങ്ങിന് 35 ലിറ്റർ കള്ള് ഇറക്കിയിരുന്നു. 35 ലിറ്റർ കള്ള് 30 രൂപ വെച്ചിട്ട് എത്ര രൂപയായി? 1050 റുപ്യ ഒറ്റ തെങ്ങിന്ന് കിട്ടിയിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ കള്ളിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ വികൃതമായിട്ടാണ് ഈ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഈ അബ്കാരികൾ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ദൈവം മനുഷ്യനാക്കി ഉണ്ടാക്കിയ ഏറ്റവും നല്ല വസ്തു, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ മുലപ്പാലാണ്. ഈ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന, താരതമ്യം ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല, എന്തെങ്കിലും അത് തെങ്ങിന്റെ കള്ളിന് മാത്രമേ. ലോറിക് ആസിഡ് പോലുള്ള അത്യപൂർവങ്ങളായ പല പ്രോട്ടീനുകളും ഈ തെങ്ങിന്റെ കള്ളിലുണ്ട്. കുട്ടികൾക്ക് വരെ നല്ല ഭക്ഷണമാണ്. ലോകം മുഴുക്കുള്ള ഏത് സ്ഥലത്തും ഈ സാധനം ഇങ്ങനെയുള്ള വളരെ ഉപകാരപ്രദമായ എത്രയോ സാധനങ്ങളാക്കി എന്തിനാ വീട്ടുകാർക്ക് തന്നെ കുടിക്കുക. പൂർണ്ണമായ ഭക്ഷണമാണ്.
ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാഡീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പോൾ ഒരു ദിവസം ഇയാൾക്കാണെങ്കിൽ 2 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ് മറ്റേ ആൾക്കാണെങ്കിൽ ഒരു തെങ്ങ് ഇവർക്കാവും. എങ്ങനെ വീട്ടില് നമ്മളൊക്കെ വീട്ടിൽ ചെത്തിയിരുന്നു. ചെത്തി ആൾക്ക് മറ്റേ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷ കുടുംബം ഇതുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവ പാഠം. അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. മലബാറിൽ മുഴുവൻ ബ്രിട്ടീഷ്. എന്നിട്ട് അവസാനം ഇനി കത്ത് കൊടുക്കുന്ന രംഗം കൂടെ നിങ്ങളങ്ങ് കാണുക. ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. EK ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മഹാന്മാർക്കെതിരെ തിരിയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയെ കാരണം കൂടാതെ കാഫിറെന്നോ മുശ്രിക്കെന്നോ നിങ്ങൾ വിളിച്ചാൽ ആ വിപത്ത് അതവരിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഭക്തിയുള്ളവരായി ജീവിക്കണം, പൂർവീകരെ അനുസരിച്ച് ജീവിക്കണം, റസൂലുള്ളാഹിനെ എല്ലാവിധത്തിലും സ്നേഹിക്കണം, ആദർശത്തെ ആദർശം പോലെ പഠിപ്പിച്ചു തന്ന ഇമാമുകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകണം. എന്റെ മുസ്ലിമീങ്ങളെ, നമ്മൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പ്രവർത്തിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയുന്നു, നിങ്ങളെയും വലവീശാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ഘടകവിരുദ്ധരായ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരുമൊക്കെ ശ്രമിക്കുമ്പോ സത്യം ഏതാണെന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്റെ ഉമ്മ ഒരു വിധത്തിലും പള്ളിയിലേക്കോ ഈദ്ഗാഹിലേക്കോ പോയവരല്ല. അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. അതെന്റെ റസൂലുള്ള പഠിപ്പിച്ച ആദർശമല്ല. ഹബീബ് പഠിപ്പിക്കുന്നത് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടുകൾ തന്നെ.
ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഹഖിന് വേണ്ടി പ്രവർത്തിക്കണം. ഹറാമു ജീവിതത്തിൽ നിന്ന് വെടിയണം. അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിസ്കാരം 5 വക്ത് കൃത്യമായി നിർവഹിക്കണം. സുബ്ഹി നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കണം. കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട, പാൻ മസാലകളുടെ പ്രയോഗങ്ങൾ നമുക്ക് വേണ്ട, വ്യഭിചാരം വേണ്ട, സ്പിട്ടുകളി വേണ്ട, സമൂഹത്തിൽ നീചവും നികൃഷ്ടവുമായ ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ ആഖിറത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധമുള്ളവരാകണം. താടി വളർത്തുന്നവരാകണം, താടി വടിക്കുന്നവരാകല്ല. നെരിയാണിക്ക് കീഴ്പോട്ട് ഡ്രസ് ഇറക്കുന്നത് അവൻ നരകത്തിൽ കടക്കാനൊരു കാരണമാണെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ആ ഹറാബ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നെരിയാണിക്ക് കീഴ്പോട്ട് എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ പാന്റും നിങ്ങളുടെ തുണിയും നിങ്ങൾ ഇറക്കണ്ട. അങ്ങനെ ഭക്തിയുള്ള ജീവിതം, റബ്ബിന് പൊരുത്തപ്പെട്ട ജീവിതം, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഹഖിനെതിരെ ആര് പ്രസംഗിച്ചാലും ആരെന്ത് പറഞ്ഞാലും അതിനെ ആ നിമിഷം തന്നെ ചോദ്യം ചെയ്യുക. ഹഖല്ലാത്തത് പറയാൻ അനുവദിക്കുകയില്ല, ഐക്യം തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉച്ചേസ്തരം പറയാനുള്ള ധൈര്യം അത് സമ്പാദിക്കുക. ആമിനൂ കമാ ആമനന്നാസ്. സ്വഹാബികളുടെ വിശ്വാസം അതായിരിക്കണം നമ്മളും സ്വീകരിക്കേണ്ടത്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, മണിക്കൂറുകളോളം ഈ നാട്ടിൽ നിന്റെ പരിശുദ്ധമായ ആദർശം തനതായ രൂപത്തിൽ ഞങ്ങൾ വിശദീകരിച്ച് റബ്ബേ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. പാപപ്പെട്ട വിവരമില്ലാത്ത ആളുകളെ വലവേശി യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. അവർക്ക് ഹഖ് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം റഹ്മാനേ. ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിയിൽ പ്രവർത്തിച്ച് സ്വർഗം പുൽകി മരിക്കാനുള്ള മനസ്സ് അവർക്കും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ.